നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ബർബാസിനെയോ അതോ യേശുവിനെയോ ക്രിസ്തുവിനെയോ? ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ അടുത്തു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ബൈബിളിലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പീലാത്തോസ് നാടുവാഴുന്ന കാലഘട്ടം. ഉത്സവ സമയത്ത് ഒരാളെ വിട്ടയക്കുന്ന പതിവ് ഇസ്രായേൽ ഉത്സവകാലങ്ങളിൽ ഉണ്ട്. ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പരസ്യ ശുശ്രൂഷയും ക്രൂശീകരണ സന്ദർഭങ്ങളുമൊക്കെ. ലോകരക്ഷിതാവായി മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ആ സന്ദർഭത്തിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും വളരെ ജനത്തെ നിർബന്ധിച്ച് യേശുവിനെ ക്രൂശിക്ക എന്നും ബർബാസിനെ വിട്ടയക്ക എന്നും പറയുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പീലാത്തോസിന്റെ ഭാര്യ ന്യായാസനത്തിലിരിക്കുന്ന പീലാത്തോസിന്റെ ചെവിയിൽ താൻ രാത്രിയിൽ സ്വപ്നത്തിൽ വളരെ കഷ്ടമനുഭവിച്ചതും ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇവനൊരു കുറ്റവും ചെയ്യാത്ത ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്നുള്ള രഹസ്യവും പീലാത്തോസിനോട് പറയുമ്പോൾ യേശുവിൽ ഒരു കുറ്റവും ഇല്ല എന്ന കൃത്യമായ ബോധ്യം പീലാത്തോസിൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ട് പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആരെ വിട്ടയക്കണം എന്ന് ചോദിക്കുമ്പോൾ ജനം ഒന്നിച്ചു പറയുകയാണ്, യേശുവിനെ ക്രൂശിക്ക, ബർബാസിനെ വിട്ടുതിരിക. എന്നും നമ്മുടെ ഇടയിൽ ഇതേ സംഭവമാണ് നടക്കുന്നത്. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് പോകാം, സഭകളിലേക്ക് പോകാം, സമുദായങ്ങളിലേക്ക് പോകാം. ബർബാസിന്റെ പക്ഷത്താണോ ആളുകൾ കൂടുതൽ, അതോ ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ? ലോകമെങ്ങും പേരുകെട്ട ആ കാലഘട്ടത്തിലെ ഏറ്റവും തടവുകാരനായ, കൊള്ളയും കൊലപാതകവും നടത്തി ജയിലറയിൽ അടയ്ക്കപ്പെട്ട ബർബാസിനോടുകൂടിയാണ് ജനക്കൂട്ടം, മഹാപുരോഹിതന്മാർ, മൂപ്പന്മാർ, വൈദിക സംഘങ്ങൾ യേശുവിനോടുകൂടെ ആരുണ്ട്? വളരെ കുറച്ചാളുകൾ മാത്രം. ഒരുപക്ഷെ നീക്കോദിമോസ് ഉണ്ടായിരിക്കാം, അരിമത്യാക്കാരനായ യോസഫ് ഉണ്ടായിരിക്കാം, യേശുവിൻ്റെ അമ്മയായ മറിയ കൂടെ ഉണ്ടായിരിക്കാം, യേശുവിൽ നിന്ന് പാപങ്ങൾ മോചിക്കപ്പെട്ട മഗ്ദലക്കാരത്തി മറിയ ഉണ്ടായിരിക്കാം, അങ്ങനെ കുറേനക്കാരനായ ശീമോൻ ഉണ്ടായിരിക്കാം. വളരെ ചുരുക്കം ആളുകളെ സത്യത്തിൻ്റെ കൂടെയുള്ളൂ, നീതിയുടെ കൂടെയുള്ളൂ. നമുക്ക് പെന്തക്കോസ്ത് സഭകളിലേക്ക് നോക്കാം, അവിടെയെല്ലാം അനീതിയുടെ സിംഹാസനങ്ങൾ വാഴുകയാണ്. സമുദായത്തിലേക്ക് നോക്കാം, അവിടെയും സ്വർണ്ണക്കൊള്ളക്കാരെ പോലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയവർ, പള്ളി കൊള്ളയടിക്കുന്നവർ, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. സുവിശേഷ സമാജത്തിൻ്റെ തലപ്പത്തും കള്ളൻ കയറിയിരിക്കുന്നു, സമുദായത്തിൻ്റെ തലപ്പത്ത് കള്ളൻ കയറിയിരിക്കുന്നു, ദേവാലയവും അതിൻ്റെ പണസഞ്ചിയും കള്ളൻ്റെ കയ്യിലാണ്. പീഡകന്മാർ, ഇന്ന് ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാർ പീഡകരെ, ചൂഷകരെ, ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്ന
രാഷ്ട്രീയ നേതാക്കളെ പിന്തുണയ്ക്കുന്ന ഒരു പറ്റം ആളുകൾ, സ്വർണ്ണക്കൊള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ദേവാലയവും ക്ഷേത്രവും കൊള്ളയടിക്കുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ പക്ഷത്ത് എത്ര പേരുണ്ട്? നീതിയുടെ പക്ഷത്ത് എത്ര പേരുണ്ട്? നീതിയുടെ പക്ഷത്തെ ആളുകൾ വളരെ കുറവാണ്. സത്യത്തിൻ്റെ പക്ഷത്തെ ആളുകൾ കുറവാണ്. യേശു വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ജീവന്റെ പക്ഷത്ത് എത്ര പേർ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്തോ നാശത്തിലേക്ക് പോകുന്ന വഴിയിലാണോ അതോ ജീവനിലേക്കുള്ള യാത്രയിലാണോ? നിത്യനരകത്തിലേക്കുള്ള യാത്രയിലാണോ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണോ? ഇടുങ്ങിയ വഴിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അത് വിശാലമായ വഴിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? പാപത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണോ? ബർബാസിന് വേണ്ടി നിങ്ങളുടെ ജീവിതം, ഹൃദയം വിട്ടുകൊടുത്തിരിക്കുകയാണോ? അതോ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കുന്നുണ്ടോ? പീലാത്തോസ് കൈ കഴുകുന്ന രംഗം നമുക്ക് കാണാം. ഈ നീതിമാന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. നീതിമാന്മാരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്ന സകല ന്യായാധിപന്മാരും പിന്നീട് വേദനിക്കേണ്ടി വരും. സകല ഉന്നതരും വേദനിക്കേണ്ടി വരും. കാരണം സർവ്വന്യായാധിപതി സകല രഹസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ന്യായസ്ഥനത്തിന് മുമ്പിൽ നിന്ന് നിൽക്കേണ്ടി വരും. കൈകഴുകി രക്ഷപ്പെടാം എന്ന് വിചാരിക്കേണ്ട. തൻ്റെ സിംഹാസനം ഉറപ്പിക്കുവാൻ, തൻ്റെ അധികാരം ഉറപ്പിക്കുവാൻ ഇതാ ബർബാസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തിനൊപ്പമോ നീതിക്കൊപ്പമോ, അസത്യത്തിനൊപ്പമോ സത്യത്തിനൊപ്പമോ, യാഥാർത്ഥ്യത്തിനൊപ്പമോ വ്യാജത്തിനൊപ്പമോ സ്വയം തീരുമാനിക്കാം. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ പാപത്തെ ഉപേക്ഷിക്കുമോ? പൈശാചിക ശക്തികളെ ഉപേക്ഷിക്കുമോ? നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ, സമാധാനത്തെ കാർന്നുതിരുന്ന പൈശാചിക ശക്തികളെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പരിപൂർണമായി തുറന്നു കൊടുത്ത് യേശുവിനെ ഹൃദയങ്ങളിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നീതിയുള്ളവർ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, എല്ലാവരാലും തള്ളപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി നിൽക്കുന്നവരെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി തുറന്നു കൊടുക്കുമോ? യേശു പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കലും അവൻ എൻ്റെ അടുക്കലും അത് താഴെ കഴിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. യേശുവിന് വേണ്ടി പൂർണ്ണമായി ഹൃദയം തുറന്നു കൊടുക്കുമോ? നിന്റെ ജീവിതത്തിൽ നിത്യജീവൻ കടന്നു വരും. നിന്റെ ജീവിതത്തിൽ ദിവ്യ സമാധാനം കടന്നു വരും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുളും പൂർണ്ണമായി മാറ്റപ്പെടും. നിന്റെ ജീവിതം അനുഗ്രഹമാകും. അതോ ബർബാസിന് വേണ്ടി നിങ്ങളെ വിട്ടുകൊടുക്കുമോ? ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം തകർച്ചയും പരാജയവും നിത്യ നരകവുമായിരിക്കും. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് നൂറ്റാണ്ടുകളായി ചോദിക്കുന്ന ആ ചോദ്യം ഇന്ന് നിങ്ങളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ക്രിസ്തുവിനെയോ ബർബാസിനെയോ? രക്ഷിതാവായ ക്രിസ്തുവിന് വേണ്ടി, യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നുകൊടുത്ത് രക്ഷ പ്രാപിക്കൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.